നമസ്കാരം. ഇന്ന് മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഗോശാലയിലാണ് ഇരിക്കുന്നു. ഇന്ന് ഞായറാഴ്ച. വിഷ്ണു എൻ്റെ പുറകെ വന്നിട്ടുണ്ട്. നിങ്ങൾ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. വിഷ്ണു ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. സ്വർണത്തിനെ കുറിച്ച് ഒന്നും ചോദിക്കില്ല. ഇല്ല സാർ, ഞാൻ ചോദിക്കും. പടുത്ത് ഉറങ്ങിയോണ്ടാണ് ഇരിക്കുന്നത്. ഡിസ്റ്റർബ് ചെയ്യണ്ടാമെന്നാണ് ഞാൻ ചോദിക്കാത്തത് സാർ. ശരി സാർ, പറയൂ. എന്താണ് സ്വർണം ഫ്ലാറ്റാ തന്നെ ഇരിക്കുന്നു? എന്ത് ഫ്ലാറ്റ്? 11,400 11,870. 400 രൂപ കയറിയാൽ നിനക്ക് ഫ്ലാറ്റ്. സാർ, നോക്കുന്നവരെ മൈൻഡ് സെറ്റ് ഞാൻ റിഫ്ലക്ട് ചെയ്യുന്നു. 9,500 നിന്ന് ഒരു പെട്ടെന്ന് 12,000 എത്തിയായിരുന്നു. തിരികെ 11,850 ഇരുന്നത് ഞാൻ നോക്കുമ്പോൾ. ജസ്റ്റ് 450 11,000 പോയത് ഇറങ്ങി. ഇപ്പോൾ 11,850. സാർ, മക്കൾ പേജിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഡെയിലി ഗോൾഡ് 10 രൂപ കയറിക്കൊണ്ടിരുന്ന എവിടെ ഡെയിലി പോയി 10 രൂപ നിൽക്കുമെന്ന്. 10 രൂപ കയറിയെങ്കിൽ വർഷത്തിന് 4,000 രൂപ കയറണം. 3,650 രൂപ കയറണം. അപ്പോൾ 2 വർഷത്തിൽ 7,000 രൂപ കയറണം. 3 വർഷത്തിൽ 11,000 രൂപ കയറും. നിങ്ങൾ പതുക്കെ ITC നോക്ക്, അതുപോലെ കയറും. ITCയും ഗോൾഡും ഒരുപോലെ തന്നെ കയറും. ഇപ്പൊ ഗോൾഡ് എന്ന് പറയുന്നതിന് അവര് അതല്ല, കേസിന് പറ കേസും ജയിച്ചിരിക്കുന്നല്ലേ. അതെ, ITCനെ നിങ്ങൾ ഗോൾഡ് പോലെ നോക്കിക്കോ. അതായത് ഒരു ഷെയറിന് വർഷത്തിന് 17 രൂപ ഡിവിഡൻഡ് വരുന്നല്ലേ. സാർ, അടുത്തത് ഇമാമി പുതിയതായിട്ട് എമർജ് ആകുന്നത് പോലെ ഒരു ഫീൽ ഉണ്ട്. മുമ്പേ എമർജ് ആയ കാണോ? അതൊരു ഓൾഡ് കമ്പനിയാണ്. ITCക്ക് ടഫ് കൊടുക്കുമോ? ഗോദ്രേജിന് ടഫ് കൊടുക്കുമോ? അവർക്കിന്ന് ഒരു മാർക്കറ്റ് ഇരിക്കുന്നു. ആ മാർക്കറ്റിന് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അവർക്ക് അവർ മാർവാഡ് കമ്പനിയാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഡീറ്റെയിൽ മൂലം തന്നെ അവർ വിൽക്കും. ഇപ്പോൾ എന്ത് പറയണമെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലറിനെ കട്ട് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റാ വിൽക്കും എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് കൺസ്യൂമർ. സാർ, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഡയറക്റ്റ് കൺസ്യൂമറാ വന്ന ഇതിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർ അതന്നെ ഞാൻ ഇടയ്ക്കിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടല്ലേ. ആൾക്കാർ, ഈ ട്രേഡിങ് ചെയ്തിട്ടിരിക്കുന്ന കുത്തിക്കുട്ട ആൾക്കാർ ഈ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കാണാതെ പോകും. ഇതിന് മെയിൻ കാരണം അമേസോൺ, ഫ്ലിപ്കാർട്ട് തന്നെ, പിന്നെ സ്വിഗ്ഗി ഇതുപോലത്തെ ആൾക്കാരാണ്. സ്വിഗ്ഗി സൊമാറ്റോയിൽ പോകും, ചോദിച്ചാൽ വിലയിനെ കയറ്റിക്കൊണ്ട് വിൽക്കാതിരിക്കും. സാർ, ഇപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ എന്താകും? അവരും അതുപോലെ തന്നെല്ലോ. സ്വിഗ്ഗി സൊമാറ്റോ കാരണം തന്നെ അവർ പോയത്. ഡയറക്റ്റ് ഇമാമി വന്നിട്ട് കസ്റ്റമർ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഒരു ലെവലിൻ്റെ മുകളിൽ കമ്പനി മൂടേണ്ടത് തന്നെ. ഞാൻ എന്ത് പറഞ്ഞു, 2 രൂപ സ്റ്റോക്ക് എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നീ ടിഫൻ കളിക്കാൻ വാങ്ങുന്നു, അതേ വിലയിൽ കൊടുത്ത് വാങ്ങുന്നു. 20 രൂപ കൊടുത്ത് എക്സ്ട്രാ കൂടെ വാങ്ങും. 100 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ നീ ടിഫൻ കാഫി കൂടെ ലേസി കാരണമാണ് നീ ഫോണിൽ ഓർഡർ ചെയ്യണത്. അത് സത്യം തന്നെ സാർ. 100 രൂപ 150 രൂപ എക്സ്ട്രാ ഇട്ട നീ വാങ്ങുമ്പോൾ പക്ഷെ ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ സാർ ചെയ്തോണ്ടിരിക്കുന്നു. സെയിൽസ് കുറയുമല്ലേ. 100 രൂപ ദിവസം 150 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നു. അതുമല്ലാതെ പ്ലാറ്റ്ഫോം അപ്പോൾ സെയിൽസ് കുറഞ്ഞു പോകുമല്ലേ. 200 രൂപയ്ക്ക് കുറവായി, എന്നാൽ അതിനൊരു ചാർജ് ഇടുന്നു. മോസ്റ്റ് ഇന്ത്യൻസ് നമ്മുടെ സ്ഥലങ്ങളിൽ ആർപ്പുമേ 200 രൂപ തന്നെ. നമ്മൾ ഈ ഫോണിൽ നിന്ന് വലിയ മാർക്കറ്റ് അതിൽ നിന്ന് സംസാരിക്കുന്നല്ലേ. അതായത് ഫോണിന് ഇത്ര ചീപ്പാണ് കൊടുത്തുകൂടെ. ആവറേജ് റവന്യൂ പെർ യൂസർ ഇസ് ജസ്റ്റ് 100 റുപ്പീസ്. അവർ എങ്ങനെയാണ് സ്വിഗ്ഗി സൊമാറ്റോ $1 million റെവല്യൂഷൻ അവർ കൊണ്ടുവരും. തിരുവാൻമൂരിൽ ഞാൻ നോക്കിയായിരുന്നു, ഇൻസ്റ്റാമാർട്ടിൽ ഒരു സ്റ്റോറി അതുപോലെയാണ് ഇരിക്കുന്നത്. എന്താണെന്ന് പോയി ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ഡാക്കി സ്റ്റോർ അവിടെ നിന്ന് തന്നെ ഡെലിവറി ഒക്കെ ഇല്ല സാർ, അത് നോക്കാൻ വന്നിട്ട് സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടായിരുന്നു. അതന്നെ ഞാനും പറയുന്നു. പേടിഎം പോലെയാണ് അവർ പോകുന്നത്. അത് നോക്കാൻ ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞ് ഒരു സ്റ്റോർ മാതിരി തന്നെ സാർ ഇരിക്കുന്നു. ആദ്യം വന്നവൻ എന്ത് പറഞ്ഞ് ഫുഡ് ഡെലിവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ടിക്കറ്റ് വിൽക്കുന്നു, അത് വിൽക്കുന്നു എന്ന് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ലാസ്റ്റായിട്ട് പറയുന്നത് ഞാൻ വീട്ടിൽ വന്ന് ഡെലിവർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ കട വച്ചിരിക്കുന്നു ഈ സ്ഥലത്തിൽ, നിങ്ങൾ അവിടെ വന്ന് വാങ്ങിക്കോ എന്ന് പറയും. അതെന്താണെന്ന് ഞാൻ വന്നിട്ട് അന്വേഷിക്കാം സാർ. അപ്പോൾ നിങ്ങൾ ആൾക്കാർ തിരുവിതാംകൂർ സൈഡിലുള്ളവർ നോക്കിയെങ്കിൽ തിരുവിതാംകൂർ സിഗ്നലിന്റെ അടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ സൈഡുള്ളവർ അല്ലെങ്കിൽ ആരെങ്കിലും ആ സൈഡ് അങ്ങനെ പോകണമെങ്കിൽ ആരെങ്കിലും അടുത്ത് അന്വേഷിച്ച് കമന്റിൽ നിങ്ങൾ ഇടുവാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ ഒരു 10 സ്റ്റോക്ക് സാർ. 10 സ്റ്റോ അത്രയും ചോദിക്കാൻ പറ്റൂല. അതിൽ കുറച്ചൊക്കെ PSUs ആണ്. ഇത് ടോപ്പ് 52 വീക്ക് ഹൈയിലിരുന്ന് 94% വിളിന്നിരിക്കുന്നു എന്ന് വന്നിരിക്കുന്നതാണ്. ആദ്യം സാറിന്റെ ഫേവറേറ്റ് ട്രെൻഡ് അതെ, 40% വിളിന്നിരിക്കുന്നു. ഇയർ ഓൺ ഇയർ നോക്കിയാൽ 40%, പീക്ക് നോക്കിയാൽ അബോ 94% വിളിന്നിരിക്കുന്നു എന്ന് പറയുന്നു സാർ. അപ് ടു 94%. ഈ സ്റ്റോക്ക് എത്രയും പീക്ക് നോക്കാം. 40% സാർ.
ഇയർ ടു ഇയർ സോ 40%. ലാസ്റ്റ് ഇയർ തന്നെ പീക്കായി 40% വിടുന്നിരിക്കുന്നു. അപ്പോഴും ഞാൻ വൈരഹൂസിൻ തന്നെ പറഞ്ഞു 100 ടൈംസ് ഏർണിങ്സ് വൈരസുചി. ഇപ്പോൾ 60 ടൈംസ് ആയി വൈരസുചി ആയിരിക്കുന്നു. നല്ല കമ്പനിയാ, പക്ഷെ വൈരസുചിയാണ്. 60 ടൈം ഏർണിംഗ് 30-25 ടൈംസ് വന്നുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഒരു 50% താഴെ വിടുവാണെങ്കിൽ നോക്കാം. അതായത് ഇവിടെ ഇരുന്ന് ഒരു പാതി വിലയ്ക്ക് വരുവാണെങ്കിൽ നോക്കാം. സാർ നിങ്ങൾ ചുമ്മാ ചോദിക്കുമെന്നാണ് തോന്നുന്നു. അതെങ്ങനെ സാർ? ആൾറെഡി 40% ഇവിടെ എന്റെ നിൽക്കുന്നു. അടുത്ത് ചോദിച്ചോ, ഞാൻ പറഞ്ഞു 100 തരുന്നു 60 രൂപയ്ക്ക് വന്നിരിക്കുന്നു, 30 രൂപയ്ക്ക് വന്നാൽ ഞാൻ വാങ്ങും എന്ന് പറയുന്നു. അത് തന്നെ വർത്ത് എന്ന് പറയുന്നു. അതെ, അതാണ് വർത്ത്. ഇപ്പൊ ന്യൂൽ ടാറ്റ ഇഷ്ടമെന്ന് കാരണത്താൽ സാർ ആൾറെഡി വാങ്ങി വെച്ചവർക്ക് അത് ഞാൻ വേദനിക്കത്തില്ലേ? വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ടാറ്റ ഫാമിലിക്ക് ന്യൂൽ ടാറ്റയ്ക്കും കൊടുക്കുന്ന ഹൈപ്പിനെ നോക്കിയാൽ ഈ ബസ്സിനെ വിടുമോ എന്നൊരു പേടി ഇരുന്നോണ്ടിരിക്കുന്നു സാർ. ഞാൻ അതിന് പറഞ്ഞായിരുന്നു. എന്ത് സാർ? ഞാൻ പറഞ്ഞില്ലേ, അത് വേറെ ഇത് വേറെ. ഓക്കെ സാർ, നമ്മൾ ഇതിലൊക്കെ കാശിടണോ അതിൽ നമ്മൾ സൂക്ഷിച്ച് ന്യൂൽ ടാറ്റയോ ഇരുന്നാലും വില തന്നെയല്ലോ, നീ എന്താന്ന് കൊടുത്ത് വാങ്ങുന്നതല്ലേ മുഖ്യം. ഓക്കെ സാർ. അടുത്തത് സാർ, അഡാനി എന്റർപ്രൈസസ് കറന്റ്ലി ട്രേഡിംഗ് 75% ബിലോ ആൾ ടൈം ഹൈ. ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ വായെ തുറക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. 75% എന്താണ് ഇരിക്കുന്നത് എന്നാൽ LIC ഒരുപാട് കാശ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെ കാശാണ് അതൊക്കെ. LIC കാശിനെടുത്താൽ എന്താവും? അത്രയും തന്നെ. 5000 കോടി രൂപ ബോണ്ട് സബ്സ്ക്രൈബ് ചെയ്തല്ലേ അതല്ല, സാർ? നിങ്ങളെ കാശാണ്, എൻ്റെ കാശല്ല. എൻ്റെ അടുത്ത് LICയിൽ കാശില്ല. ആ ഒരു ഫെൻസിൽ നിന്ന് ജനങ്ങളെ വെളിയിൽ കൊണ്ടുവരാൻ പറ്റുന്നല്ല സാർ. അതന്നെ ഞാൻ പറയുന്നല്ലേ. അവർ റിലേഷനിൽ ആരെങ്കിലും ഇരിക്കും, പിന്നെ അവരുടെ അടുത്ത് ഇതേക്കുറിച്ച് പറയും, പിന്നെ LICനെ കൊടുക്കും, LICക്ക് ഫോൺ വരും, LIC അദാനിക്ക് കൊടുക്കും. എൻ്റെ അച്ഛൻ പോയ ആശയിൽ എന്നെ വിളിച്ചു, നീ കോളേജ് പഠിക്കണ സമയം LIC ഇട്ടോ, നീ വർഷം നീ കെട്ട്, എത്ര വർഷം കെട്ടണമെന്ന് പറയുക, മൊത്തത്തിനെ ഞാൻ കെട്ടി തീർത്തിട്ട് ഞാൻ വെളിയിൽ വരാം. ഇതിന്റെ മുകളിലും അതിൽ ഇട്ടുകൊണ്ടിരുന്ന ഇറ്റ് ഇസ് നോട്ട് വൈസ് എന്ന് ഞാൻ പറഞ്ഞു. നീ കോളേജ് പഠിക്കുന്ന സമയം ഞാൻ ഇരോ അതിന് വേണ്ടെങ്കിൽ നീ ചെയ്. എല്ലാവരുടെ സിറ്റുവേഷനും അങ്ങനെ തന്നെ സാർ ഇരിക്കുന്നു. അതോ ഒരു ഇതിൽ ആരോ പറയുന്നത് വെച്ച് നമ്മൾ അതായത് ഇടുന്നു സ്വന്തത്തിൽ സാർ. തന്നെ ആരെങ്കിലൊക്കെ ഏജന്റ് ആയിരിക്കും. സാർ അടുത്തത് വിപ്രോ വന്നിട്ട് 50% away from its peak. സൂപ്പർ കമ്പനി. അതിലൊരു ബോണസ് വന്നായിരുന്നു, അതിന് റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന അറിയത്തില്ല. റിഫ്ലക്ട് ചെയ്തിരുന്നാൽ കൂടെ അത് നല്ല കമ്പനിയാണ്. 20% down from year to date, 50% away from the peak of എണ്ണം 370. മൂടിക്കൊണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. സാർ ഇങ്ങനെ പറയുവാണെങ്കിൽ അവരും പടന്ന് ഇറങ്ങും. കണ്ണിനെ മൂടിക്കൊണ്ട് നിങ്ങൾ അളവായിട്ട് കൺസിഡർ ഇത് ചെയ്യാം. ടിഫൻ കാഫിയാ ഇല്ലെങ്കിൽ ഹാക്കിയാ? ടിഫൻ കോഫി തന്നെ, ഹാക്കി കൂടെ വയ്ക്കാം. 10 വർഷം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ചുമ്മാ ഇരിക്കണം. ആ സ്ഥലത്തിൽ ഒരു ഡിസ്ക്ലൈമർ സാർ കൺസിഡർ ചെയ്യുമോ? എന്നിട്ടായിട്ട് ഇന്ന് പറഞ്ഞില്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, നീ മണ്ടേ അന്ന് നോക്ക്. വലിയ ഹോക്കിയല്ലേ പോലെയല്ലേ സാർ ഞാൻ ഇരിക്കുന്നു? വലുതായി ഒന്നും ചെയ്യത്തില്ല. അത് 5, ഞാൻ 10, 5, നോക്കിയിരിക്കുന്നു. 10 തന്നെ എത്രയും തന്നെ ചെയ്യും. ഇറങ്ങിയാലും സാറിന്റെ നിദാനത്തിന് സാർ വിടുന്നതല്ല. ഞങ്ങൾ അതിനെ മിസ് ചെയ്യുന്നു. അതാണ് 10 പ്രോബ്ലം. വാങ്ങാനാണ് 3000 രൂപ ഇട്ടായിരുന്നു. 250 അടുത്ത് ഇപ്പോൾ ഇരിക്കുന്ന. നോക്കാൻ പറ്റിയില്ല സാർ. അതായത് പ്രേംജിക്ക് വേണ്ടിയിട്ട് ദാനം കൊടുത്തെന്ന് വെച്ചോ. പ്രേംജി ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ് പേടി? 52 വീക്ക് ഹൈ ആയെങ്കിൽ ഇപ്പൊ 325, അതിൽ അറൌണ്ട് 50% കുറഞ്ഞിരിക്കുന്നു. എന്നാൽ 325 ഇൻ ജാനുവരി ദിസ് ഇയർ, Again 30% ഡൗൺ 20% ഇയർ ടുഡേ. 280 ആ റേഞ്ചിൽ ഇരിക്കുമെന്ന് തോന്നുന്നു സാർ. കൺസിഡർ. പ്രോബബ്ലി. അടുത്തത് TCS 20% വിളഞ്ഞിരിക്കുന്നു 2025 മാത്രം. ടോപ്പ് പീക്കിലിരുന്ന് 45%, ആൾ ടൈം ഹൈയിലിരുന്ന് 45% ഡൗൺ. കൺസിഡർ ചെയ്യാം. പതുക്കെ 1, 2 എന്ന് കൺസിഡർ ചെയ്യാം. ഇൻഫോസിസ് കൺസിഡർ. ട്രെൻഡും TCSും ആൽമോസ്റ്റ് ഒരേ പ്രൈസ് ആണ്. പക്ഷെ ട്രെൻഡിന് നിങ്ങൾ സ്ട്രോങ് നോ പറയുന്നു, TCSന് സ്ട്രോങ് എസ് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ വാല്യുവേഷൻ ഒന്നിന് ഇൻകം ഡോളറിൽ വരുന്നു. ഇതിപ്പോൾ സെഞ്ചുറി ഇടും, ഇവർ സെഞ്ചുറി അടിക്കും. എത്ര തന്നെ വിറ്റാലും സെഞ്ചുറി തീർച്ചയായിട്ടും അടിക്കും. എന്താണ് സെഞ്ചുറി അടിക്കും. $10 വിറ്റാലും സെഞ്ചുറി തീർച്ചയായിട്ടും ഇരിക്കും. 120 ലക്ഷ്യം, സെഞ്ചുറി നിശ്ചയം. 120 ആണ് ലക്ഷ്യം, സെഞ്ചുറി നിശ്ചയം. ഇതിൽ ഇൻകം ഒക്കെ ഡോളറിലാണ് വരുന്നത്. എനിക്ക് എന്താണ് വിഷമം? വർഷത്തിന് കോൺട്രാക്ട് നീ തന്നെ ഇപ്പോൾ കൈയെടുത്തിട്ടിരിക്കുന്നു. കോൺട്രാക്ട് എന്ന് തന്നെ ഇട്ടിരിക്കുന്നു. 140 തന്നല്ലോ. റുപ്പി ഡിപ്രീസിയേഷനിലേ നമ്മൾ വരും. തന്നെ ഞാനും പറയുന്നു.